Life with Hit. Very, very good morning and welcome to Life with It on Hit 96.7 FM. This is Maya and ഇന്ന് ഞാൻ എന്നോടൊപ്പം കൊണ്ടുവന്നിരിക്കുന്നത് ഒരു 3 മേജർ ഒരു ഇൻഡസ്ട്രിയിൽ നിന്നുമുള്ള സ്ത്രീകളെയാണ്. Now എന്തുകൊണ്ട് ഇവരെ കൊണ്ടുവന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ a couple of days back ഞാൻ ആക്ച്വലി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് there was a time when women did not have the right to vote. There was a time when women had to take their husband's permission to work. There was a time when women were denied loans in bank for businesses. So അങ്ങനെ വളരെ അധികം സ്ട്രഗിളിലൂടെയും എല്ലാം ഇങ്ങനെ അടിച്ചിടിച്ച് വാങ്ങിച്ചെടുത്ത ഒരു വിഭാഗം ആൾക്കാരാണ് നമ്മൾ. പക്ഷേ ഇന്ന് വി കൻ വെരി പ്രൗഡ്ലി സേ ദറ്റ് നമ്മൾ വന്നിരിക്കുന്ന ഒരു ഈറ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ ഇപ്പോൾ വർക്ക് ഫോഴ്സിൽ വളരെ വലിയ സാന്നിധ്യം വഹിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഫീമെയിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിലെ 3 പേരാണ് വന്നിരിക്കുന്നത്. 3 ഡിപ്പാർട്ട്മെന്റ്സിലെ ഹെഡ്സ് ആണ് വന്നിരിക്കുന്നത്. ആൻഡ് ഐ എം സോ ഹാപ്പി ടു ഹാവ് ബ്രൈറ്റി, ആതിര ആൻഡ് ഫിസ വിത്ത് മീ. ഫിദ വിത്ത് മീ. ഇവർ 3 പേരും പ്രോംടെക്കിനെ റെപ്രസെന്റ് ചെയ്താണ് എത്തിയിരിക്കുന്നത്. താങ്ക് യു സോ മച്ച് മായ. സോ സീരിയസ്ലി എനിക്ക് തോന്നുന്നു ഇപ്പൊ സ്ത്രീകൾ ഇപ്പോൾ കൂടുതൽ വർക്ക് ഫോഴ്സിലേക്ക് വരുന്നു, സ്ത്രീകളുടെ ഒരു സാന്നിധ്യം വർക്ക് ഫോഴ്സിനെ ബെറ്റർ ആക്കുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ വി ഹാവ് കം എ ലോങ് വേ, ഓൾദോ വി സ്റ്റിൽ ഹാവ് എ ലോങ് വേ ടു ഗോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എങ്ങനെയാണ് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് വന്നത്? ഞങ്ങള് വരുന്നത് ഒരു ഇൻഷുറൻസ് ഫാമിലിയിൽ നിന്നാണ്. ഞങ്ങളുടെ ഹസ്ബൻഡ് ഇൻഷുറൻസിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ കാണുന്നത് 3 പേരുടെയും. ഇത് അപ്പൊ നിങ്ങൾ ഇതെന്താ, ഇതൊരു ഫാമിലി, അതായത് ഒരു കുടുംബ ബിസിനസ് ആണ്. ഞങ്ങൾ അങ്ങനെയാണ് കാണുന്നതും അടുക്കുന്നതും. നിങ്ങൾക്ക് റിലേഷൻസ് ഒന്നും ഇല്ല? ഞങ്ങൾ 3 ഫ്രണ്ട്സിന്റെ ഭാര്യമാരാണ് നമ്മളെ ടുഗദർ ആക്കിയതും. അങ്ങനെ ഞങ്ങള് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നതും ഇൻഷുറൻസിലാണ്. ഇപ്പൊ ഫസ്റ്റ് കല്യാണം കഴിഞ്ഞ് ദുബായിൽ വരുന്നു, ഇവിടെ വന്ന് കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് ഹസ്ബൻഡ്സ് ഇൻഷുറൻസിലാകുമ്പോൾ നമുക്കൊരു പ്രയോറിറ്റി കിട്ടുന്നത് ഇൻഷുറൻസിലാണ്. ഫിദയാണെങ്കിലും കരിയർ സ്റ്റാർട്ട് ചെയ്തത് ഇൻഷുറൻസിലാണ്, ഞാൻ ബ്രൈറ്റി ഒക്കെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് ഇൻഷുറൻസിലാണ്. അപ്പൊ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അങ്ങനെ നമ്മളൊരു ഗ്യാതറിംഗിൽ തീരുമാനിക്കുന്നു എന്തുകൊണ്ട് നമുക്കൊരു അഗ്രഗേഷൻ പ്ലാറ്റ്ഫോം ചെയ്തുകൂടാ. നമ്മുടെ ഹസ്ബൻഡ്സും സപ്പോർട്ട് ഉണ്ടല്ലോ, എന്തുകൊണ്ട് നമുക്കത് ചെയ്തുകൂടാന്ന് ഒരു തോട്ടിലാണ് നമ്മളിപ്പോ പ്രോംടെക് ഇൻഷുറൻസിൽ വീട്ടിൽ തന്നെ ആൾക്കാരുണ്ട്, ഇൻ ഹൗസ് ആൾക്കാരുണ്ടല്ലോ. അത് നമ്മളിപ്പോ നമുക്ക് മെന്റർ ചെയ്യാനായിട്ട് നമുക്ക് പുറത്തുനിന്ന് ആളെ വിളിക്കേണ്ട കാര്യമില്ല, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ട്. നമുക്ക് എവിടെയെങ്കിലും ഒരു ഡൗട്ട് വന്നു അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ക്ലാരിറ്റി വേണമെങ്കിൽ നമുക്ക് ചോദിക്കാൻ വീട്ടിൽ തന്നെ ആൾക്കാരുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഇതിലോട്ട് വരുന്നത്. അപ്പൊ എന്തെങ്കിലും ഇൻഷുറൻസിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നോ, അതോ നിങ്ങൾ എല്ലാം ഫ്രം ദ സ്ക്രാച്ച് പഠിച്ചെടുക്കുമായിരുന്നോ? ഇല്ല, നമ്മൾ കരിയർ സ്റ്റാർട്ട് ചെയ്തത് ഇൻഷുറൻസിലാണ്, അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഹസ്ബൻഡ്സ് അവരും അവരുടെ കരിയർ സ്റ്റാർട്ട് ചെയ്ത് ഇൻഷുറൻസിലാണ്. അവർക്കും ഒരു 15 to 20 years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. കൂടുതൽ അവർക്ക്, ഞങ്ങളൊക്കെ കൂടുതൽ അവർക്കുണ്ട്. സോ ഇത് ഫിദയോട് ചോദിക്കട്ടെ, അപ്പൊ ഇതിന്റെ ഒരു ട്രാൻസിഷൻസ്, ഈ കല്യാണം കഴിച്ച് വന്നു പിന്നെ ഇതിലേക്ക് കയറുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഒരു ഇൻഡസ്ട്രിയെ കുറിച്ച് പഠിച്ചെടുക്കാനുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് കോമ്പറ്റീഷൻ ഉള്ള ഒരു ഇൻഡസ്ട്രി കൂടിയാണ്. അപ്പൊ ചെല്ലുമ്പോൾ വാട്ട് മേക്സ് യു ഡിഫറെന്റ് എന്നുള്ള ഒരു ആസ്പെക്ട് ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പ്രോംടെക്കിനെ എങ്ങനെയാണ് ഇപ്പൊ ഒരു SMEs ഇപ്പൊ ഇഷ്ടം പോലെ വരുന്നുണ്ട്, നമ്മൾ കോവിഡിന് ശേഷം നമ്മൾ കണ്ടു. അപ്പൊ വാട്ട് മേക്സ് പ്രോംടെക് ഡിഫറെന്റ്? പ്രോംടെക് ഡിഫറെന്റ് ആവുന്നതെന്ന് വെച്ചാൽ പ്രോംടെക് ഈസിയർ ആക്കി കൊടുക്കുകയാണ് ചെയ്തത്, സിംപ്ലിഫൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പ്രോംടെക് എന്ന് പറയുന്നത് ഒരു ഇൻഷുറൻസ് ടെക്നോളജി പ്ലാറ്റ്ഫോം ആണ്. നമ്മളൊരു ഇൻഷുറൻസ് അഗ്രഗേറ്ററും കൂടാണ്. ഇപ്പൊ UAE തന്നെ നമുക്കൊരു SMEസിന് വേണ്ടി അല്ലെങ്കിൽ ഒരു കമേഴ്ഷ്യൽ ലൈൻസിന് വേണ്ടി ഒരു അഗ്രിഗേഷൻ പ്ലാറ്റ്ഫോം തുടങ്ങിയത് പ്രോംടെക് ഇൻഷുറൻസ് ആണ്. SMEs ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതെ, നമ്മുടെ മിഷൻ എന്ന് പറയുന്നതിന് സിംപ്ലിഫൈ ഇൻഷുറൻസ് ത്രൂ ടെക്നോളജി എന്നുള്ളതാണ്. നമ്മുടെ ഒരു കമ്പാരിസൺ പോർട്ടലാണ് നമ്മുടേത്. അതിന് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് SMEസിനെയാണ്. കാരണം അത് എക്സ്ക്ലൂസീവ് ആയിട്ട് ആദ്യം ചെയ്തത് നമ്മളാണ്, പ്രോംടെക് ആണ്. ഒരു കമേഴ്ഷ്യൽ ലൈൻസ് SMEസിന് വേണ്ടി ഒരു അഗ്രഗേഷൻ പ്ലാറ്റ്ഫോം അവർക്ക് കമ്പയർ ചെയ്യാനുള്ള ഒരു അവസരം കൊടുത്തത് പ്രോംടെക് ഇൻഷുറൻസ്. ഇപ്പൊ അവർക്ക് ഒരു പോളിസി വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ഈ ഒരു കമ്പാരിസൺ പോർട്ടലിൽ വന്നിട്ട് അവർക്ക് കമ്പയർ ചെയ്യാം. മാർക്കറ്റിൽ ഒരുപാട് പോളിസീസ് അവൈലബിൾ ആണ്. മാൻഡേറ്ററി പോളിസി എല്ലാവർക്കും എങ്ങനെ എടുക്കണം, മെഡിക്കൽ, മോട്ടോർ, ഇതെല്ലാം മാൻഡേറ്ററി ആണ്. അതെ. പക്ഷെ ബിസിനസിന്റെ കാര്യത്തിൽ അങ്ങനെയല്ലല്ലോ. ഒരുപാട് ഇൻഷുറൻസ് ഉണ്ടെങ്കിലും ഇത് പലതും മാൻഡേറ്ററി അല്ല. പലർക്കും ഇത് അറിയത്തില്ല എന്തൊക്കെ ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ഉണ്ടെന്നുള്ളത്. അപ്പൊ നമ്മുടെ ഈ കമ്പാരിസൺ പോർട്ടലിൽ വന്നിട്ട് അവർക്ക് ഒരു സെറ്റ് ഓഫ് ഒരുപാട് കമ്പാരിസൺ അവർക്ക് കിട്ടുകയാണ്. അതിൽ വെച്ചിട്ട് നമ്മൾ ഒരിക്കലും അവരെ ഫോഴ്സ് ചെയ്യുന്നില്ല നമ്മുടെ അടുത്ത് തന്നെ അവരെ ഇൻഷുറൻസ് എടുക്കണമെന്നുള്ളത്. ഉള്ളത് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻഷുറൻസ് എടുക്കുന്നതിന് മുമ്പ് പ്രോംടെക്കിൽ വന്നൊരു കമ്പാരിസൺ നിങ്ങൾ ചെയ്തിരിക്കണം. അല്ലാതെ നമ്മളൊരു ഫൈനൽ ഡിസിഷൻ നമ്മളൊരു ബിസിനസ്സിലോട്ട് ഒരു ഭയങ്കര ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്, ഒരു ഹ്യൂജ് മണിയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്.
ചിന്തിക്കുന്നത്. അതിന് നാളെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായാൽ നമുക്കിത് ഈ ഒരു മണി നമുക്ക് പ്രൊട്ടക്ട് ചെയ്തേ പറ്റത്തുള്ളൂ. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് എടുത്തിട്ട് കാര്യമില്ല. നമ്മുടെ ബിസിനസ്സിന് വേണ്ട കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റണം. അതിന് ചിലപ്പോൾ നമ്മുടെ ഈ പോർട്ടൽ, ഞങ്ങളുടെ ഈ ഒരു കമ്പാരിസൺ പോർട്ടലിൽ ചിലപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചാൽ, ഇവിടെ ഇപ്പൊ ഒരു SME സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും ഇൻഷുറൻസ് എടുക്കണം എന്നാണോ, അതോ ആ ബിസിനസ് ഇവിടെ കുറച്ച് മാൻഡേറ്ററി പോളിസി ഉണ്ട്. നിർബന്ധമായിട്ടും എടുക്കേണ്ടതാണ് മോട്ടോറോ മെഡിക്കൽ. ഒരു ബിസിനസിന് ഇൻഷുറൻസ് എടുക്കണം നിർബന്ധമില്ല. പക്ഷെ ആസ് എ ഒരു SME അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓണറെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബിസിനസ് സേഫ് ആക്കുക എന്നുള്ളതാണ്, പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് പലർക്കും അറിയില്ല. ചിലപ്പോൾ ഒരുപക്ഷെ കോർപ്പറേറ്റ് ലൈൻസിനൊക്കെ അറിയാൻ പറ്റും അവരുടെ ബിസിനസ് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം. SMEസിന് അറിയില്ല ബിസിനസ് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം, ഈ ബിസിനസിനകത്ത് വരുന്ന റിസ്ക് എങ്ങനെയാണ് കവർ ചെയ്യേണ്ടത് ഒന്നും അറിയില്ല. ബിസിനസിനകത്ത് വരുന്ന റിസ്ക് എന്ന് പറയുന്ന സമയത്ത് ഫസ്റ്റ് അവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് അവരുടെ അസറ്റാണ്. അസറ്റ് എന്ന് പറയുമ്പോൾ സ്റ്റോക്ക്, കണ്ടന്റ്സ്, അതൊക്കെ പ്രൊട്ടക്ട് ചെയ്യണം. അതുപോലെ തന്നെ അവരുടെ വർക്കേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യണം. വർക്കേഴ്സിന് വർക്കിംഗ് ടൈമിൽ എന്തെങ്കിലും ഇഞ്ചുറിയോ ആക്സിഡന്റോ പറ്റിക്കഴിഞ്ഞാൽ എംപ്ലോയേഴ്സ് ലയബിലിറ്റി ആണ്. അപ്പൊ അതിനൊരു വർക്ക്മാൻ കോമ്പൻസേഷൻ ഇൻഷുറൻസ് എടുക്കണം. അതുപോലെ തന്നെയാണ് അപ്പൊ ഇത് ലൈസൻസ് എടുക്കുമ്പോൾ തന്നെ ഇത് ചോദിക്കുന്നുണ്ടോ, അതോ ഈ ബിസിനസ് എന്റിറ്റിയുടെ ഒരു ഇതായിട്ടാണോ വിട്ടുകൊടുത്തിരിക്കുന്നത്? എല്ലായിടത്തും അങ്ങനെ മാൻഡേറ്ററി ആയിട്ട് ചോദിക്കുന്നില്ല. പക്ഷെ ഒരു ബിസിനസ് ഓണർ ഇത് എടുത്തു വെക്കുമ്പോൾ അവരുടെ ബിസിനസ് അവിടെ പ്രൊട്ടക്ട് ആവും. അതുപോലെ തന്നെ ഇപ്പൊ ഒരു തേർഡ് പാർട്ടി ലയബിലിറ്റി അവർക്ക് അവരുടെ ബിസിനസ് റൺ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ ഇപ്പം കമ്പനീസ് ആണെങ്കിൽ ഇപ്പൊ നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട് എംപ്ലോയീസിന് ഇൻഷുറൻസ് എടുക്കണം എന്നുള്ളത്. അപ്പൊ ഈ ബിസിനസ്സസിൽ ഇതുപോലെ തന്നെ ഇപ്പം സേ ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാനിപ്പോ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ കോവിഡിന് ശേഷം ഒരുപാട് ക്ലോത്തിങ് ആൾക്കാർ, ഒരുപാട് പേര് ബുട്ടീക്സ് ഒക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്, ജുവലറി ആൾക്കാർ ഒരുപാട് വന്നിട്ടുണ്ട്, കേക്ക് ബിസിനസ്സസ് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. സോ അവരുടെയൊക്കെ ചെറിയൊരു സംരംഭമായിരിക്കാം. അവർക്ക് ചിലപ്പോൾ ഉണ്ടാകുന്നത് ഒരു ടൈലർ മാത്രമായിരിക്കാം, വേറെ അങ്ങനെ ആളൊന്നും ഉണ്ടാവില്ല. സോ ഈ ഒരാൾ വിചാരിക്കുന്നത് ആ സാരമില്ല, എന്റെ ഒരു ചെറിയ വർക്കർ അല്ലേ ഉള്ളൂ, അവർക്ക് വേണ്ടി എന്തിന് ഇൻഷുറൻസ്? അവരോട് എന്താണ് പറയാൻ? അവർക്ക് ഈ വർക്കിംഗ് ടൈമിൽ വർക്ക് റിലേറ്റഡ് ഇഞ്ചുറിയോ എന്തെങ്കിലും ഒരു ആക്സിഡന്റ്, ഫോർ എക്സാമ്പിൾ ഒരു ഉദാഹരണം, ഒരു റെസ്റ്റോറന്റ് റൺ ചെയ്യുന്ന ആൾക്കാർ, അവർ ഫയറിലാണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത്. ചില ഡെലിവറി ബോയ്സ് ഉണ്ടാവും, ഈ ഡെലിവറിക്ക് പോകുന്ന സൈക്കിളിലൊക്കെ ആയിരിക്കും പോകുന്നത്. വല്ല ആക്സിഡന്റും പറ്റി ഇഞ്ചുറി പറ്റി കഴിഞ്ഞാൽ ഓണറുടെ ലയബിലിറ്റിയാണ് അവരെ ടേക്ക് കെയർ ചെയ്യാന്നുള്ളത്. അത് ചിലപ്പോൾ മെഡിക്കൽ ഇൻഷുറൻസിനകത്ത് കവർ ചെയ്യണം. അതിന് നമ്മൾ വർക്ക്മാൻ കോമ്പൻസേഷൻ തന്നെ എടുക്കണം. അതാണ് വർക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസ്. ഓക്കെ, ഓൾറൈറ്റ്. അപ്പൊ ഒരാളാണെങ്കിൽ കൂടിയും ആ ഒരു ബിസിനസിനെ പ്രൊട്ടക്ട് ചെയ്ത് ഒരു ചെറിയൊരു ഇൻഷുറൻസ് എടുക്കുന്നത് നല്ലതായിരിക്കും. Now coming to the most important part, see, ഈ SMEസിനൊക്കെ ഒരുപാട് ക്യാപിറ്റൽ ഉണ്ടാവില്ല. ഇല്ല, അവരെ സേവിങ്സ് വെച്ചിട്ടായിരിക്കും ആ ബിസിനസ് തുടങ്ങുന്നത്, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പിലായിരിക്കും. ഇവർക്ക് അറിയില്ല എങ്ങനെയാണ് ഇവരുടെ ബിസിനസിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. 500 dirhams ഒരു ഇയർലി സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഒരു 500 dirhams ഇയർലി സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കവറേജസ് ഉള്ള ഓൾമോസ്റ്റ് ഒരു ചെറിയ ബിസിനസിന്റെ ഒരു 80% നമുക്ക് കവർ ചെയ്യാൻ പറ്റും. 500 dirhams ഇയർലി 500. പക്ഷെ ഇത് പലർക്കും അറിയില്ല എന്നുള്ളതാണുള്ള സത്യാവസ്ഥ. ആക്ച്വലി ദാറ്റ് ഈസ് വെരി ട്രൂ. കാരണം 500 dirhams ഉറപ്പായിട്ടും ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്തൊക്കെ പറഞ്ഞാലും ഒരു SME സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഒരു വർഷത്തേക്കൊന്ന്, അവർക്ക് ഇത് പലർക്കും ഇതിനെ പറ്റിയുള്ള ഒരു അവയർനെസ് കുറവാണ്. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾ കൂടുതൽ വർക്ക്ഷോപ്സ് ഒക്കെ ചെയ്യണം. നിങ്ങൾ ആൾക്കാർ കറക്റ്റ് ആയിട്ട് ആൾക്കാരിലേക്ക് എത്തണം. എന്തായാലും കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരുപാട് ലിസണേഴ്സ് ഇതേപോലെ തന്നെ പ്രോബബ്ലി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടാവും. ഒരു ഇൻഷുറൻസ് പറയുന്നത് എപ്പോഴും നിങ്ങളുടെ ഒരു സേഫ്റ്റി നെറ്റ് ആണ്. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് എനിക്ക് അവരെ നോക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എന്റെ ബിസിനസ്സിനൊന്നും പറ്റുന്നില്ല, എന്റെ സ്റ്റോക്കിനൊന്നും പറ്റുന്നില്ല, എനിക്കത് റിട്ടേൺസ് അറ്റ്ലീസ്റ്റ് കിട്ടുന്നുണ്ട് എന്നുള്ള പീസ് ഓഫ് മൈൻഡ് ആണ്. എക്സാക്ട്ലി, യാ. സോ നൗ കമ്മിങ് ടു ദ നെക്സ്റ്റ് ഒരു ആസ്പെക്ട്. ഇപ്പൊ ഇൻഷുറൻസ് എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മൾ ഒരു ഡ്യൂറേഷൻ, ഇപ്പോൾ എല്ലാ വർഷവും നമുക്ക് ഇത് എടുക്കണം എന്നുള്ളതാണ്. എപ്പോഴെങ്കിലും ഇവർ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഇവരുടെ പ്രീമിയർ കൂടുമല്ലോ. സോ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എത്രമാത്രം ബിസിനസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്? ക്ലെയിം അസിസ്റ്റന്റ് നമ്മളൊരു പ്രോംടെക് കണക്ട് ആപ്പ് കൊടുത്തിട്ടാണ് ക്ലെയിം അസിസ്റ്റൻസ് കൊടുക്കുന്നത്. നമ്മൾ പ്രോംടെക് ഇൻഷുറൻസിന് ഒരു പോളിസി എടുക്കുമ്പോൾ തന്നെ നമ്മൾ പ്രോംടെക്കിന്റെ ഒരു മൊബൈൽ ആപ്പ് കൊടുക്കും. അതിനകത്ത് അവരെടുത്ത പോളിസി ഡോക്യുമെന്റ്സ് അതിനകത്ത് കാണാൻ പറ്റും. അതുപോലെ തന്നെ അതിനകത്ത് ഒരു ക്ലെയിം അസിസ്റ്റന്റ് ഉണ്ടാവും. ഇപ്പോൾ ഒരു ക്ലെയിം വരുന്ന സമയത്ത് അവർക്ക് അതിനകത്ത് ക്ലെയിം ഡയറക്റ്റ് ഇപ്പോൾ ആരെയും വിളിക്കേണ്ട കാര്യമൊന്നുമില്ല, ക്ലെയിം രജിസ്റ്റർ ചെയ്യാം. ക്ലെയിം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ സ്റ്റാറ്റസ് എന്തൊക്കെ അതിനകത്ത് അപ്ലോഡ് ചെയ്യണം, എങ്ങനെയാണ് ക്ലെയിം പ്രോസസ് ചെയ്യുന്നത്, അതെല്ലാം ആ ആപ്പിനകത്ത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ അവരെടുത്ത പോളിസിക്കകത്ത് ആ ഡോക്യുമെന്റ്സിനകത്ത് അവർക്ക് ഡൗട്ട് ഉണ്ടാകും. കാരണം 5 to 6 പേജ് ഒക്കെയാണ് ഒരു പോളിസി ഡോക്യുമെന്റ് വരിക. അത് മുഴുവൻ വായിക്കാനായിട്ട് സമയം എന്തൊക്കെ കവർ ഉണ്ട്. നമ്മൾ അവിടെ ഒരു AI ചാറ്റ് ബോട്ട് ഉണ്ട്, അതിനകത്ത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ കവേഴ്സ് ആണ് അവർക്ക് അതിനകത്ത് തന്നെ ചാറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഫുൾ ഇൻഷുറൻസ് പ്രോസസ്സിനെ നമ്മളൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലോട്ട് കൊണ്ടുവരികയാണ് നമ്മൾ ചെയ്യുന്നത്. കംപ്ലീറ്റ്ലി നമ്മൾ ഈസി ആയി കൊടുക്കണം. മായന്റെ അടുത്ത് തന്നെ മായന്റെ വണ്ടിയുടെ ഇൻഷുറൻസ് എവിടെയാന്ന് വെച്ചാൽ മായ പറയും വാട്സപ്പിൽ ഉണ്ടാവും, മെയിലുണ്ടാവും. പിന്നെ ഒരു ആക്സിഡന്റ് വരുമ്പോഴായിരിക്കും മായ പോലീസ് ഡോക്യുമെന്റ് ഇതിനകത്ത്
അതിനകത്ത് എന്തൊക്കെ കവർ ഉണ്ടെന്ന് നോക്കുന്നത്. ഇത് നമ്മുടെ ആപ്പിനകത്ത് തന്നെ കാണാൻ പറ്റും. ഓക്കെ, ഓൾ റൈറ്റ്. അപ്പോ ഇനി കമ്മിങ് ടു ദ പാർട്ട് വെയർ വിമൻ ആർ ഡോമിനേറ്റിംഗ് യുവർ ബിസിനസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എപ്പോഴും പറയുന്നത് സ്ത്രീകൾ കൂടുതലുള്ള ഒരു വർക്ക് ഫോഴ്സിൽ കുറെ കൂടെ അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും, കുറെ കൂടെ നമുക്ക് ബിക്കോസ് നമുക്ക് അറിയാം ഇപ്പൊ ഒരു സേ ഒരു ടു ബി മോം ആകാം, അല്ലെങ്കിൽ ഒരു ടോഡ്ലറിന്റെ അമ്മയായിരിക്കാം, അല്ലെങ്കിൽ ടീനേജറിന്റെ അമ്മയാണെങ്കിൽ കൂടി വി നോ ഒരുപാട് ഹാസൽസിലൂടെ നമ്മൾ മൾട്ടി ടാസ്ക് ചെയ്താണ് കാര്യങ്ങൾ ചെയ്യുന്നത്. സോ വാട്ട് ഇസ് ഡിഫറെന്റ് അബൌട്ട് പ്രോംടെക്? നിങ്ങൾക്ക് പ്രോംടെക്കിൽ സ്ത്രീകളുടെ സാന്നിധ്യം കൂടുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് എപ്പോഴെങ്കിലും എന്താണ് വി ആർ ലൈക്ക് ദിസ്, വി ആർ നല്ലൊരു ഫ്ലെക്സിബിൾ ഹവേഴ്സ് ആണ് തരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, സോ യു കൻ വർക്ക് ഫ്രം എനിവേ. ഓഫീസിൽ 8 hours വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞാല് നമ്മളത് സാധിച്ചു, നമുക്ക് അതിൽ പ്രശ്നമൊന്നുമില്ല. അവർ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. കാരണം വാട്ട് ഇസ് യുവർ വർക്ക് ഫോഴ്സ്? എത്ര പേരുണ്ട് നിങ്ങളുടെ ഒരു വർക്ക്? നമ്മുടെ കയ്യിൽ ഒരു 67% വിമൻസ് ആണ്. വിമൻ 67% വിമൻ ആണ്. Wow, that's amazing. That's really good actually. അപ്പോൾ ഈ എല്ലാവർക്കും ഒരേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്നുണ്ട്. അത് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ഇപ്പൊ അവർക്ക് ചിലപ്പോൾ പറയാൻ മടി ഉണ്ടാവും, കുറെ ദിവസം ലീവ്. നമ്മൾ തന്നെ പറയും നിങ്ങൾക്ക് വർക്ക് ഫ്രം ഹോം വേണമെങ്കിൽ എടുത്തോളാം. എവിടെയായാലും അതുകൊണ്ട് അവരെ വർക്കിൽ അക്യൂറേറ്റ് ആണ്. എപ്പോഴായാലും അവർ വർക്ക്. അതെ, ഇപ്പൊ നമ്മളവരെ വൈകുന്നേരം വിളിച്ചാലും രാത്രി വിളിച്ചാലും ചിലപ്പോൾ അവർ അവൈലബിൾ ആണ്. കാരണം നമ്മൾ അവരൊക്കെ ആ ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്നതുകൊണ്ട് അവർക്കൊരു പ്രശ്നമില്ല. നമ്മളിപ്പോൾ വൈകിട്ട് വിളിച്ചാലോ അല്ലെങ്കിൽ വൈകുന്നേരം വിളിച്ചത് ഒരു ക്ലയന്റ് ഉണ്ട് ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ നോ പ്രോബ്ലം. Yeah, that's very good. And apart from that, let me ask you, ഇപ്പൊ നിങ്ങൾ entrepreneurs ആണ്, what is that one message you would like to give for the managers also? Because ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, നമ്മളൊരു സ്ഥലം ഇഷ്ടപ്പെടുന്നത് സത്യം പറഞ്ഞാൽ അത് മാനേജേഴ്സ് നല്ലതാകുമ്പോഴാണ്. യുനോ, എനിക്ക് റീസെന്റ് ഞാൻ ആക്ച്വലി ഐ വാസ് ടോക്കിംഗ് ടു എ ഫ്രണ്ട് ഓഫ് മൈൻ. അപ്പൊ പുള്ളിക്കാരത്തേക്ക് വേറൊരു ജോലി കിട്ടി, നല്ല ബെറ്റർ സാലറി, ഓൾമോസ്റ്റ് ഒരു വലിയൊരു ജമ്പ് ആണ്, ഓൾമോസ്റ്റ് 50-60% ജമ്പ് കിട്ടി. ബട്ട് യു നോ വാട്ട് ഷി വാസ് ടെല്ലിംഗ് മീ, സത്യം പറഞ്ഞാൽ എനിക്ക് ഈ മാനേജറിനെ വിട്ടുപോകാൻ തോന്നുന്നില്ല, എനിക്ക് എന്നിട്ട് ഷീ ഈവൻ നെഗോഷിയേറ്റഡ്, ഇവരോട് ചോദിച്ചു എനിക്ക് ഒരു 40% എങ്കിലും നിങ്ങൾക്ക് തരാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് നടന്നില്ല. അപ്പൊ മാനേജർ തന്നെ പറഞ്ഞു ഇല്ലടോ താൻ അവിടെ പൊയ്ക്കോ, അത് യു ആർ ഗെറ്റിംഗ് എ ബെറ്റർ പേ. ഞാൻ ആലോചിക്കാൻ 60% ഹൈക്ക് കിട്ടിയിട്ട് ഷീ ഈസ് റീതിങ്കിങ് ടു ഗോ ബിക്കോസ് ഓഫ് ദ മാനേജർ. സോ നിങ്ങൾക്ക് എന്താണ് ടു ഓൾ ദ മാനേജേഴ്സ് ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും, കംഫർട്ടബിൾ ആയ ഒരു വർക്ക് സ്പേസ് മൈക്രോ മാനേജ്മെന്റ് ചെയ്യാതെ അവർക്ക് ഡെസിഷൻ എടുക്കാനായിട്ട് ഒരു അവസരം കൊടുക്കാം. അപ്പൊ അവരും ഞങ്ങളെ പോലെ ഈ ഒരു അവസ്ഥയിൽ വന്ന് ഇവിടെ ഇരിക്കും. അതെ, ഒരു ഡെസിഷൻ എടുക്കാൻ ഇപ്പൊ ഞങ്ങൾക്കൊക്കെ ഒരു ഡെസിഷൻ എടുക്കാൻ ഒരു അവസരം തന്നുകൊണ്ട് ഞാൻ മുതലാളിയാണ്, നീ എന്റെ താഴെയാണ്, അങ്ങനെ ഒരു ഇതില്ല. നിനക്ക് ഡിസിഷൻ എടുക്കാം, നിനക്ക് ഡെസിഷൻ എടുക്കാം, അത് ശരിയാണെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യും. അതെ, നിനക്കൊരു ഐഡിയ ഉണ്ട്, നീ കൊണ്ടുവന്നോളൂ, അത് നമുക്ക് ചെയ്യാമെങ്കിൽ പുതിയ ഐഡിയാസിനെ വെൽക്കം ചെയ്യുന്ന ആളാണ്. അപ്പൊ നമുക്ക് സപ്പോർട്ട് ചെയ്യാമെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യും. ഇപ്പൊ ഒരാൾക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അവരോട് സ്റ്റോപ്പ് ചെയ്യത്തില്ല, വേണ്ട അത് നിങ്ങളുടെ ഐഡിയ ഒന്നും വേണ്ട, അങ്ങനെയില്ല. നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ട്, നിങ്ങൾക്ക് കൊണ്ടുവരാം, അത് നമുക്ക് ചെയ്യാൻ പറ്റും. ഓൾ ഇൻക്ലൂസീവ് ഒരു വർക്ക് കൾച്ചർ. ഐ നോ ടോട്ടലി. നമ്മുടെ ജനറൽ മാനേജർ ഉണ്ട് മെഹമൂദ് റാഷിദ്, പുള്ളിക്കാരനും ഇതേപോലെ തന്നെ ARN തുടങ്ങിയപ്പോൾ തൊട്ട് തന്നെ ഇവിടെ ഉണ്ടായിരുന്നതാണ്. സോ ഹി ഓൾവേസ് സേസ് യു ആർ ഓൾ ആർ ബേബീസ് എന്ന് പറയും. സോ ഹിനോ ഭയങ്കര വാംത്ത് ആണ്. സോ ഐ തിങ്ക് ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് വി ഓൾ ലുക്ക് ഫോർ ഇൻ എ ജോബ്. ആൻഡ് ഐ എം സോ ഗ്ലാഡ് പ്രോംടെക് ഇസ് പ്രൊമോട്ടിംഗ് ദാറ്റ് ഇൻക്ലൂസീവ് കൾച്ചർ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് പേരുടെ ബിസിനസ്സിനെയും ലൈഫിനെയും ഹെൽത്തിനെയും എല്ലാം തന്നെ വളരെ സേഫ് ആക്കാൻ പറ്റട്ടെ. All right, thank you so much ladies. So guys, അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളുടെ എല്ലാവരുടെ അടുത്തും പറഞ്ഞ പോലെ തന്നെ നിങ്ങളൊരു SME സ്റ്റാർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളൊരു ഇൻഷുറൻസ്, ഇപ്പം ഹെൽത്ത് ഇൻഷുറൻസ് ആകാം, എനിത്തിങ് ഇഫ് യു പ്ലാനിങ് മോട്ടോർ ഇൻഷുറൻസ് ആകാം, നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രോംടെക്കിന്റെ ആപ്പിലോ അല്ലെങ്കിൽ വെബ്സൈറ്റിലോ പോയി നിങ്ങൾക്ക് പ്രോംപ്റ്റ് ടെക് എന്നുള്ളതാണ് കേട്ടോ, PROMPT. ഞാനിപ്പോൾ ഫേസ്ബുക്കിൽ ലൈവ് ആണ് റോഷൻ, സോ യു കെൻ ഗോ ചെക്ക് ഔട്ട് ദ ക്യാപ്ഷൻ, അതിൽ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. സോ പ്രോംടെക്കിന്റെ വെബ്സൈറ്റിൽ പോയി നിങ്ങൾക്ക് ഫുൾ കമ്പാരിസൺ ചെയ്യാവുന്നതാണ്. So thank you so much ladies. Thank you. It was wonderful speaking to three of you. Bye. Golden Hit